പണ്ട് 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 മനുഷ്യർ വേട്ടയാടി നടന്നിരുന്ന ആ കാലം. അതിലൊരു ചെറിയ ഗ്രൂപ്പ് രാത്രി തീയൊക്കെ സെറ്റാക്കി അതിനു ചുറ്റും കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അവരിൽ ഒരാൾ തലയിൽ മുറിവായി മരിച്ചു കിടക്കുന്നത് കാണുന്നു. മോഡേൺ സയൻസ് ഇല്ലാതിരുന്ന ആ കാലത്ത് അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് അയാൾ എങ്ങനെ മരിച്ചുവെന്ന് ചില അസംഷൻസ് നടത്താനേ സാധിക്കുമായിരുന്നുള്ളൂ. ചിലർ അയാൾ രാത്രി മൂത്രമൊഴിക്കാൻ എണീറ്റപ്പോൾ അറിയാതെ കാലു തെറ്റി വീണ് തലയിടിച്ച് മരിച്ചതാണെന്ന് വിചാരിച്ചു. എന്നാൽ മറ്റു ചിലർ കരുതിയത് കൂടെയുള്ള ആരോ ഒരാൾ അയാളെ തലക്കടിച്ച് കൊന്നതാണെന്ന്. വേറെ ചിലർ അയാൾ കടുവയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ് മരിച്ചതാണെന്ന് കരുതി. അപ്പൊ ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് കരുതിയതാണ് കറക്റ്റ് എന്ന് കരുതുക. അപ്പൊ പിന്നെ അവിടെ ആർക്കും പിന്നീട് ഒരു ത്രെറ്റോ ഭീഷണിയോ ഇല്ല. എന്നാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കൂട്ടരുടെ അസംഷനാണ് ശരിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു ത്രെറ്റിനെ മനസ്സിലാക്കി അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്ന അവരായിരിക്കും അങ്ങനെ ഒരു അറ്റാക്കിൽ നിന്നും പിന്നീട് രക്ഷപ്പെടുക. ഇനി സാധ്യത വളരെ കുറവാണ്. ഒരു കടുവയോ കൊലയാളിയോ അവിടെ ശരിക്കും ഉണ്ടെങ്കിൽ ആദ്യത്തെ അസംഷൻ എടുത്തവരുടെ കാര്യം പോക്കാണ്. അപ്പൊ ഇവല്യൂഷണറി സൈക്കോളജി അനുസരിച്ച് ഇങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും പുറകിൽ ഒരു ഏജൻസിയെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നവരുടെ സർവൈവൽ ചാൻസ് കൂടുതലാണ്. നമ്മുടെ സർവൈവലിന് വേണ്ടിയിരുന്ന ഈ ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ആണ്. അതായത് എന്തിനു പുറകിലും ഏജൻസി കണ്ടെത്താനുള്ള ഈ ടെൻഡൻസിയാണ് നമ്മുടെ ഇല്ലോജിക്കലായ ദൈവവിശ്വാസത്തിന് പുറകിലെ ഒരു കാരണം. അതുകൊണ്ടാണ് പണ്ട് മഴ പെയ്യാതെ വിളവ് നശിച്ചാലും ഇന്ന് കുടുംബത്തിൽ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചാലും ദൈവകോപമാണെന്ന് ആളുകൾ കരുതുന്നതും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അനാവശ്യമായി പണം ചെലവാക്കുന്നതും.